പാലക്കാട് മലമ്പുഴ എലിവാലിലെ ഒരേ വീട്ടിൽ നാലാമതും പുലി. ആ സ്ഥലത്തിന്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കണം. മലമ്പുഴ എലിവാല് എന്നാണ് ആ സ്ഥലം. അവിടുത്തെ ഒരു വീട്ടിൽ നാലാമതും പുലി ഇറങ്ങിയിരിക്കുന്നു. എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലെത്തിയ പുലി വളർത്തുനായെ പിടികൂടി. കഴിഞ്ഞ 14-ാം തീയതിയും ഇവിടെ പുലിയെത്തി നായയെ പിടികൂടിയിരുന്നു. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറയ്ക്കൽ, വെരി ഗുഡ് മോർണിംഗ് ഇക്ബാൽ. ഈ പുലി എലിവാൽ വീട്ടിലെ കൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായോ? അരുൺ, അതായത് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലൂടെ നമ്മൾ ഈ ആനക്കൽ എല്ലാം പോകുന്ന മേഖലയിൽ ഏറ്റവും അവസാനം ഭാഗമാണ് ഈ എലിവാൽ എന്ന് പറയുന്ന ഭാഗം. അവിടെയാണ് ഈ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് സമീപത്തായുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന പ്രദേശവാസിയുടെ വീട്ടിലേക്ക് ഇന്നലെ രാത്രിയിലും ഈ പുലി എത്തുന്നത്. പുലി എത്തി ആ വീട്ടിലെ വളർത്തുനായായ ടോമിയെ പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഈ മാസം 14-ാം തീയതിയും പുലി കൃഷ്ണൻ്റെ വീടിനകത്ത് കയറി റോക്കി എന്ന് പറയുന്ന മറ്റൊരു വളർത്തുനായും പിടിച്ചു കൊണ്ടുപോയിരുന്നു. ഇത് ഈ വർഷം 4-ാം തവണയാണ്. ഇതിനു മുമ്പ് ഇതിനോടകം തന്നെ 3 വളർത്തുനായ്ക്കളെയും ഒരു കോഴിയുമാണ് കൃഷ്ണന്റെ വീട്ടിലെത്തി പുലി പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഈ വീട്ടുകാർ നിരന്തരം വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഈ റോക്കി എന്ന് പറയുന്ന നായയെ വീടിനകത്ത് കയറി പുലി പിടിച്ചു കൊണ്ടുപോയ സമയത്ത് വനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പുലിയെ പിടികൂടാൻ കൂട് ഈ എലിവാൽ മേഖലയിൽ സ്ഥാപിക്കുമെന്നും അറിയിച്ചതാണ്. പക്ഷേ കൂട് ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. മാത്രമല്ല, വനാതിർത്തിയിൽ ഈ വന്യമൃഗശല്യം തടയാൻ വേണ്ടിയുള്ള യാതൊരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാരും ഇപ്പോൾ ഈ എലിവാൽ സ്വദേശിയായ കൃഷ്ണനും എല്ലാം ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും 4-ാം തവണയും ഇപ്പോൾ കൃഷ്ണന്റെ വീട്ടിലേക്ക് പുലിയെത്തി ഇപ്പോൾ വളർത്തുനായെ ഇപ്പോൾ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ആകെ ഭയത്തിലാണ് എലിവാൽ സ്വദേശികൾ, പ്രത്യേകിച്ചും കൃഷ്ണന്റെ വീട്ടുകാർ. കാരണം അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, 3 കുട്ടികളുള്ള കുടുംബമാണ്. ഈ കൃഷ്ണൻ ചേട്ടന്റെ വീട്ടിൽ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും വീട്ടിൽ ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഈ കൃഷ്ണൻ ചേട്ടന്റെ വീട്ടിൽ ഇത്രയധികം വളർത്തുനായ്ക്കളുണ്ടോ? അരുൺ, അതായത് അവിടെ 3 വളർത്തുനായ്ക്കളുണ്ടായിരുന്നു, കോഴികളുണ്ടായിരുന്നു. അതിൽ 3 വളർത്തുനായയും ഇപ്പോൾ പിടിച്ചു കൊണ്ടുപോയി. ആദ്യം ഒരു നായയെ പിടിച്ചു കൊണ്ടുപോയി. പിന്നീട് ഈ കൃഷ്ണന്റെ ചെറുമകൾക്ക് അംഗനവാടിയിൽ നിന്നും അധ്യാപിക നൽകിയ റോക്കി എന്ന് പറയുന്ന നായയെ ഈ മാസം 14-ന് പിടിച്ചു കൊണ്ടുപോകുന്നു. അതിനുശേഷം വീണ്ടും ഇന്നലെ രാത്രിയോടുകൂടി പുലി എത്തിയാണ് ടോമി എന്ന് പറയുന്ന വളർത്തുനായെ പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കൃഷ്ണന്റെ വീട്ടിൽ 3 കുട്ടികളുണ്ട്. അവരെല്ലാം വളരെ ഭയപ്പാടിലാണ്. ആരും തന്നെ വീടിന് പുറത്തേക്ക് പകൽ സമയങ്ങളിൽ പോലും ഇറങ്ങുന്നില്ല എന്നാണ് അറിയിക്കുന്നത്. താങ്ക് യു ഇക്ബാൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പുലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം വരുന്നു, ഓരോ വളർത്തതായി അടിച്ചുകൊണ്ട് പോകുന്നു. വീട്ടിലെ സ്ഥിരം സന്ദർശകനായിട്ട് മാറുന്നത് പോലെയായി മാറിക്കഴിഞ്ഞു. എന്തായാലും നമ്മൾ പുലിവാല് പിടിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് എലിവാൽ വീട്ടിലെ എലിവാൽ എന്ന് പറയുന്ന സ്ഥലത്തെ കൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലെ കൃഷ്ണൻ ചേട്ടൻ പിടിച്ച പുലിവാലിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. തുടർച്ചയായിട്ട് പുലി വന്നുകൊണ്ടിരിക്കുക. പുലി വരുന്നു, നായെ പിടിക്കുന്നു, പോകുന്നു. പുലി വരുന്നു, നായെ പിടിക്കുന്നു, പുലി വരുന്നു, നായെ പിടിക്കുന്നു. എന്താണ്